ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി സ്കൂൾ ബൈ ഐഫർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണല്ലേ മക്കളെ. അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് 7th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയാണ് ഇൻ വണ്ടർ ആൻഡ് അമ്യൂസ്മെൻറ്റ് ഐ സീങ് റിട്ടൺ ബൈ രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ നിങ്ങളെല്ലാവരും രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് കേട്ടിട്ടാവും അല്ലേ. നമ്മുടെ നാഷണൽ അന്തം എഴുതിയിട്ടുള്ളത് അദ്ദേഹമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് സ്പിരിച്വാലിറ്റി, നാച്ചർ, അതുപോലെ നാച്ചറും ഹ്യൂമൻ ബീയിങ്സും തമ്മിലുള്ള റിലേഷൻസ്, അതിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പോയം എന്താണ്? ഇൻ വണ്ടർ ആൻഡ് അമ്യൂസ്മെൻറ്റ് ഐ സീങ്. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതം അല്ലേ. അപ്പോൾ ഇൻ വണ്ടർ ആൻഡ് അമ്യൂസ്മെൻറ്റ് പറഞ്ഞാൽ അത്ഭുതവും ആശ്ചര്യവും അല്ലേ. അപ്പോൾ അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും അദ്ദേഹം പാടുകയാണ്. നമ്മുടെ ഈ ഒരു വേൾഡിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. പക്ഷികളുണ്ട്, ലതാദികളുണ്ട്, മനുഷ്യരുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ആളുകൾ ഒത്തൊരുമയോടെ ജീവിക്കുന്നുണ്ടല്ലേ നമ്മുടെ ഭൂമിയിൽ. അപ്പോൾ അതിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടറും അമ്യൂസ്മെൻറ്റുമാണ് നമ്മൾ ഈ പോയത്തിലുടനീളം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പോയത്തിൽ പ്രധാന തീംസ് വരുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, ജോയ്, ദ ഇൻ്റർ കണക്റ്റഡ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി വിത്ത് ദ യൂണിവേഴ്സ് ആൻഡ് നാച്ചർ. അപ്പോൾ നമ്മുടെ പ്രധാന തീംസ് എന്തൊക്കെയാണ് വരുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, ജോയ് വരുന്നുണ്ട്, പിന്നെ ദ ഇൻ്റർ കണക്റ്റഡ്സ് എന്ന് പറയുമ്പോൾ റിലേഷനാണ് ഉദ്ദേശിക്കുന്നത്. അത് വലിയ കാര്യമൊക്കെ ഉണ്ട്. റിലേഷൻ ഓഫ് ഹ്യൂമാനിറ്റി വിത്ത് ദ യൂണിവേഴ്സ്, അതായത് യൂണിവേഴ്സും നാച്ചറും, അതായത് യൂണിവേഴ്സും മനുഷ്യരും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചിട്ടും ഈ പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ദ സ്പീക്കർ ഫൈൻഡ്സ് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഇൻ ദ നാച്ചുറൽ വേൾഡ് എക്സ്പ്രസിങ് ദയർ ഫീലിങ്സ് ത്രൂ സോങ്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ വേൾഡിൽ നമ്മുടെ സ്പീക്കർ ഒരു വണ്ടറാണ് ഫൈൻഡ് ചെയ്യുന്നത്. അതായത് ഒരുപാട് അത്ഭുതത്തോടെയാണ് നമ്മുടെ ഈ പോയറ്റ് നമ്മുടെ വേൾഡിനെ നിരീക്ഷിക്കുന്നത്. അപ്പോൾ അതാണ് തൻ്റെ പാട്ടിലൂടെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ ദ പോയം ഹൈലൈറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദ സ്കൈ, ദ സൺ ആൻഡ് സ്റ്റാർസ് ആൻഡ് ദ സ്പീക്കേഴ്സ് കണക്ഷൻ ടു ദ ടൈഡ് ഓഫ് എറ്റേണിറ്റി. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഈ പോയം ഹൈലൈറ്റ് ചെയ്യുന്നത്, തുടക്കത്തിൽ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത് സ്കൈ, ദ സൺ ആൻഡ് ദ സ്റ്റാർസ്, അതിൻ്റെയൊക്കെ ബ്യൂട്ടീനെയാണ് ഇതിൽ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ ദ സ്പീക്കേഴ്സ് കണക്ഷൻ ടു ദ ടൈഡ് ഓഫ് എറ്റേണിറ്റി. ഈ ടൈഡ് ഓഫ് എറ്റേണിറ്റി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ടൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിങ്ങനെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും അല്ലേ. അത് അലയടിച്ചിട്ടാണല്ലോ വരിക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹ്യൂമൻസിൻ്റെ ലൈഫ് അല്ലേ. ചില സമയങ്ങളിൽ സന്തോഷം ഉണ്ടാകാം, ചില സമയത്ത് സങ്കടങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഒരു സ്പീക്കറിൻ്റെ കണക്ഷനാണ്, ടൈഡ് ഓഫ് എറ്റേണിറ്റി ആയിട്ടുള്ള കണക്ഷനും ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇറ്റ് സെലിബ്രേറ്റ്സ് ദ സിമ്പിൾ പ്ലഷേഴ്സ് ആൻഡ് ദ പ്രൊഫൗണ്ട് എക്സ്പീരിയൻസസ് ദാറ്റ് ഇൻസ്പയർ ഓവ് ആൻഡ് സോങ്. അപ്പോൾ ഇതിൽ ഈ പോയം സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പോയറ്റിൻ്റെ സിമ്പിൾ പ്ലഷേഴ്സാണ്. അതായത് അദ്ദേഹത്തിന് ഈ ഒരു വേൾഡിനെ നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്, ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് നമ്മുടെ പോയറ്റ്. നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ വേൾഡിനെ അങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ടാവില്ല അല്ലേ. നമുക്ക് ഈ വേൾഡിൽ ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിക്കാനുണ്ട്. ഒരുപാട് പക്ഷികളുണ്ട്, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് അരുവികളുണ്ട്. അങ്ങനെ നമ്മുടെ വേൾഡ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ പോയറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ അതിലൂടെ ഒരു പ്ലഷർ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇനി നമുക്ക് പോയത്തിലേക്ക് കിടക്കാം അല്ലേ. അതിനു മുന്നേ നമുക്കൊരു സമ്മറി നോക്കി വയ്ക്കാം അല്ലേ. ദ പോയറ്റ് ലുക്സ് അറ്റ് ദ വേൾഡ് അറൗണ്ട് ഹിം ആൻഡ് ഫീൽസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ്. അത് നമ്മൾ മുന്നത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു വേൾഡിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ സർപ്രൈസ്ഡ് ആവാണ്. ഹീ സീസ് ദ സ്റ്റാർസ്, റിവേഴ്സ്, ഫ്ലവേഴ്സ് ആൻഡ് മോർണിംഗ് ലൈറ്റ് ആൻഡ് ഫീൽസ് ദാറ്റ് എവറിത്തിങ് ഈസ് മെയ്ഡ് ബ്യൂട്ടിഫുള്ളി അല്ലേ. അപ്പം നമ്മൾ അങ്ങനെയാണോ? നമ്മളെപ്പോഴെങ്കിലും നമ്മളിങ്ങനെ നമ്മുടെ വേൾഡ് ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ നിരീക്ഷിക്കാറുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ നമ്മുടെ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോകും. അങ്ങനെയാണ് നമ്മുടെ റുട്ടീൻ അല്ലേ. പക്ഷെ പോയറ്റ് അങ്ങനെയല്ല. പോയറ്റ് ഓരോ നിമിഷവും അതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, പിന്നെ നമ്മുടെ ചുറ്റും റിവേഴ്സ് ഉണ്ട്, പിന്നെ ഫ്ലവേഴ്സ് ഉണ്ട്, മോർണിംഗ് ലൈറ്റ്, ആൻഡ് ഹി ഫീൽസ് ദാറ്റ് എവറിത്തിങ് ഈസ് മെയ്ഡ് ബ്യൂട്ടിഫുള്ളി അല്ലേ. എല്ലാതും വളരെ ബ്യൂട്ടിഫുള്ളി ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പോയറ്റിൻ്റെ ഒരു എന്താ പറയുക, ഇമോഷനാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഹി തിങ്സ് ദാറ്റ് ഗോഡ് ഹാസ് മെയ്ഡ് ദ വേൾഡ് വിത്ത് ലവ് ആൻഡ് കെയർ. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് എത്ര സ്നേഹത്തോടെയും എത്ര കെയറോട് കൂടിയിട്ടാണ് ഈ ലോകം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെന്നല്ലേ. The poet feels thankful to be alive and to see all this beauty. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് നന്ദി തോന്നുന്നുണ്ട്
അതായത് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്നുണ്ട് ദൈവത്തോട്, അതായത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വേൾഡ് സൃഷ്ടിച്ച് തന്നിട്ടുള്ളത് കൊണ്ട്. ഹി സിങ്സ് ബിക്കോസ് ഹിസ് ഹാർട്ട് ഈസ് ഫുൾ ഓഫ് ജോയ്. അതായത് അപ്പോൾ ഈ ഒരു വേൾഡിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വേൾഡ് കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നുകയാണ് അല്ലേ. അപ്പോൾ ആ സന്തോഷത്തിലാണ് അദ്ദേഹം പാട്ട് പാടുന്നത്, സിങ് ചെയ്യുന്നത്. Even though he cannot explain all his feelings in words, he still sings with the wonder and love for the world and the creators. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോഡിന് വേണ്ടിയിട്ട് അദ്ദേഹം അത്രയും സന്തോഷത്തോടെ, അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല, അത്രയും സന്തോഷം. അപ്പോൾ അദ്ദേഹം ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമ്മുടെ ഗോഡിനോട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വേൾഡിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ടാണ് അദ്ദേഹം പാട്ട് പാടുന്നത്. ഇനി നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ് വരുന്നത് നമുക്കൊന്ന് വായിക്കാം. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്, എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അപ്പോൾ എത്ര മനോഹരമായിട്ടുള്ള വരികളാണല്ലേ. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. എന്താ പറയുന്നത്? ആകാശത്ത് എന്തൊക്കെയുണ്ട്? സണ്ണുണ്ട്, സ്റ്റാർസ് ഉണ്ട് അല്ലേ. ആകാശം സണ്ണ് കൊണ്ടും സ്റ്റാർസ് കൊണ്ടും നിറഞ്ഞതാണ്. ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. യൂണിവേഴ്സ് എങ്ങനെയാണ്? നമ്മുടെ ഒരുപാട് സസ്യങ്ങളും ജന്തുക്കളും സസ്യങ്ങളും മൃഗങ്ങളും മനുഷ്യരൊക്കെയുള്ള ദ യൂണിവേഴ്സ് ഫുൾ ഓഫ് ലൈഫാണ്. അതൊക്കെ ജീവനുള്ള അല്ലേ, യൂണിവേഴ്സ് ലൈഫാണ്. എമംഗ് ആൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അപ്പോൾ അദ്ദേഹം അത്രയും സന്തോഷത്തോടെയാണോ? അപ്പോൾ അദ്ദേഹത്തിന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, അതിനിടയിൽ ഞാൻ എൻ്റെ പ്ലേസ് കണ്ടെത്തി എന്ന് പറയാണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അങ്ങനെ അദ്ദേഹം ആ ഒരു കാഴ്ച കണ്ടിട്ട് ഒരുപാട് അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ അദ്ദേഹം പാട്ടുപാടുകയാണ്. അപ്പോൾ മക്കളെ, ഈ ഒരു സ്റ്റാൻസയിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ടൂൾസ് ഉണ്ട്. അതാണ് അലിട്രേഷനും റിഫ്രെയിനും. അപ്പോൾ അലിട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരേ ലെറ്റർ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സ്കൈ, സൺ, സ്റ്റാർസ്. ഇതിനെ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് അലിട്രേഷൻ എന്നാണ്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്രിസിയേഷനൊക്കെ നമുക്ക് എഴുതാണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് റിഫ്രെയിൻ ആണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ഈ ഒരു ലൈന് നമ്മുടെ ഇനി വരുന്ന സ്റ്റാൻസയിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുക, ഈ ഒരു റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫ്രേസസിനെയോ അല്ലെങ്കിൽ ചില ലൈൻസിനെയൊക്കെ നമ്മൾ പറയുക റിഫ്രെയിൻ എന്നാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണിതൊക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസയിൽ കിടക്കാം. ദ വേൾഡ് ഈസ് swayed by eternity's rushing tide, rising and falling. I have felt its tug in my blood, racing through my veins, and in wonder and amazement I sing. അപ്പോൾ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ലൈന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അപ്പോൾ നമ്മൾ അതെന്താ പറഞ്ഞത്? റിഫ്രെയിൻ എന്നാണ് അതിന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാൻസയിൽ കിടക്കാം. ദ വേൾഡ് ഈസ് swayed by eternity's rushing tide, rising and falling. I have felt its tug in my blood, racing through my veins, and in wonder and amazement I sing. അപ്പോൾ എന്താ പറയുന്നത്? ദ വേൾഡ് ഈസ് swayed. എന്താ പറയുന്നത്? വേൾഡ് ആടി ഉലയുകയാണ്. നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ ആടി ഉലയുകയാണ്. അതായത് ഒന്നും അവിടെ സ്ഥിരമായിട്ടില്ല അല്ലേ. നമ്മുടെ ഹ്യൂമൻ്റെ ലൈഫ് ആയിക്കോട്ടെ, ചില സമയങ്ങളിൽ സങ്കടമായിരിക്കും, ചില സമയങ്ങളിൽ സന്തോഷങ്ങളായിരിക്കും അല്ലേ. അതുപോലെ അപ്പോൾ നമ്മുടെ വേൾഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ദ വേൾഡ് ഈസ് swayed. swayed എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? swayed എന്ന് പറഞ്ഞാൽ ആടി ഉലയുക. ബൈ എറ്റേണിറ്റീസ് റഷിങ് ടൈഡ്. ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? തിര എന്നാണ് അല്ലേ. അപ്പോൾ തിര എങ്ങനെയാണ്? ഉയർന്നും താഴ്ന്നും ഇരിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യരുടെ ലൈഫ് അല്ലേ. ചില സമയങ്ങൾ ഉയർച്ചകൾ ഉണ്ടായിരിക്കാം, ചില സമയത്ത് താഴ്ചകൾ ഉണ്ടായിരിക്കും അല്ലെ, പരാജയങ്ങൾ ഉണ്ടായിരിക്കാം. റൈസിങ് ആൻഡ് ഫാളിങ്. ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ്, റേസിങ് ത്രൂ മൈ വെയിൻസ്. പിന്നെ നമ്മുടെ പോയിറ്റ് പറയുന്നത് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വെയിൻസിലൂടെ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന പോലെ ഒരു ഫീൽ. അതായത് നമ്മളിപ്പോൾ പറയില്ലേ, രോമാഞ്ചം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുകയാണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അങ്ങനെ അദ്ദേഹം ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ വേൾഡിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ആ അത്ഭുതത്തിൽ അദ്ദേഹം പാട്ടുപാടുകയാണ്, സിങ് ചെയ്യാണ്. Next stanza. While walking in the woodlands with my feet, I have touched the blades of grass. I have been startled by the flowers' fragrance. They have all maddened my mind.
ദ ഗിഫ്റ്റ് ഓഫ് gladness and joy are strewn all around, and in wonder and amazement I sing. ഇനി പറയുന്നത് while walking in the woodlands. woodlands എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിനെയാണ് കേട്ടോ മക്കളെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹം ഫോറസ്റ്റിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ എവിടെ ടച്ച് ചെയ്യുന്നുണ്ട്? ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. അതായത് നമുക്കറിയാം കാട്ടിലുള്ള ഗ്രാസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് മൂർച്ചയുള്ളതാണ് അല്ലേ. അപ്പോൾ അതായത് ഗ്രാസിനെ തൊടുന്നു. അദ്ദേഹം കാട്ടിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം എന്ത് ടച്ച് ചെയ്യുന്നു? ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ടച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഐ ഹാവ് സീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. അദ്ദേഹം പറയാണ്, ഞാൻ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ആസ്വദിച്ചപ്പോൾ അല്ലെങ്കിൽ ഫീൽ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നുകയാണ്. ഓക്കെ, സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നി എന്നാണ് പറയുന്നത്. അത്ഭുതം തോന്നി. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. അപ്പോൾ അദ്ദേഹം കാട്ടിലൂടെ പോകുമ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട്? അദ്ദേഹം ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് അല്ലേ, ഗ്രാസൊക്കെ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അതുപോലെ അദ്ദേഹം ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ സ്മെല്ല് അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടുകയാണ് അല്ലേ, നമ്മുടെ വേൾഡ് എത്ര മനോഹരമാണല്ലേ. അപ്പോൾ അദ്ദേഹം അങ്ങനെ അത്ഭുതപ്പെടുകയാണ്. ദേ ഹാവ് ഓൾ മാഡൻ മൈ മൈൻഡ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ദേ ഹാവ് ഓൾ മാഡൻ മൈ മൈൻഡ്, ദ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സ്ട്രൂൺ ആൾ അറൗണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ അതൊക്കെ ആസ്വദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് അദ്ദേഹത്തിൻ്റെ മൈൻഡ് മാഡൻ ചെയ്യാണ്. അതായത് ആർത്തുല്ലസിക്കുക എന്ന് പറയില്ലേ. നമ്മൾ മാഡൻ എന്ന് പറയുമ്പോൾ ഭ്രാന്ത് പിടിക്കുക എന്നാണ് ശരിക്കുള്ള മീനിങ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് അത്രയും സന്തോഷം തോന്നുന്നു എന്നാണ് പറയുന്നത്. ദ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സ്ട്രൂൺ ആൾ അറൗണ്ട്. ആ സമയത്ത് അദ്ദേഹം ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ട് അല്ലേ. ഫ്ലവേഴ്സിൻ്റെ ഫ്രാഗ്രൻസ്, അതുപോലെ ഒരുപാട് ഗ്രാസസിനെ ടച്ച് ചെയ്തിട്ടാണ് അദ്ദേഹം കാട്ടിലൂടെ നടന്നു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ ഫീൽ ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത്? ഒരു അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ മൈൻഡ് മാഡൻ ചെയ്യാണ്, സന്തോഷിക്കുകയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം പറയാണ്, ദ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സ്ട്രോൺ ആൾ അറൗണ്ട്. അപ്പോൾ ആ സന്തോഷമൊക്കെ അവിടെ ചിന്നിച്ചെതറുകയാണെന്നാണ് പറയുന്നത്. അത്രയും സന്തോഷമാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ അദ്ദേഹത്തിന് വണ്ടറും അമേസ്മെൻറ്റും ഒക്കെ തോന്നിയിട്ട് അദ്ദേഹം സിങ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റാൻസേക്ക് വരുമ്പോൾ ഐ ഹാവ് പ്രിക്ക്ഡ് മൈ ഇയേഴ്സ് എന്നാണ് പറയുന്നത്. ഐ ഹാവ് പ്രിക്ക്ഡ് മൈ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാതോർത്തു എന്നാണ് പറയുന്നത്. എന്തിന്? ഈ അരുവികളുടെ സൗണ്ടും അല്ലെങ്കിൽ പക്ഷികളുടെ പാട്ടൊക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചെവികൾ പ്രിക്ക്ഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹം കാഴ്ചകൾ കാണാൻ. അദ്ദേഹം പറയാണ്, അദ്ദേഹം തൻ്റെ കണ്ണുകൾ തുറന്നു പിടിച്ചു എന്ന്. അതായത് ഒരുപാട് കാഴ്ചകൾ കാണാണ്ടല്ലോ നമ്മുടെ ഭൂമിയിൽ അല്ലേ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ കണ്ണുകൾ തുറന്നു പിടിച്ചു. ഐ ഹാവ് ബെയർഡ് മൈ ഹേർട്ട് ടു ദ വേൾഡ്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്നു എന്നാണ് പറയുന്നത്. ബെയർഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോൾഡ് ദ അൺനോൺ. അതായത് അദ്ദേഹത്തിന് അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ഭൂമിയിൽ അദ്ദേഹത്തിന് ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. അങ്ങനെ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുമ്പോൾ ഒരുപാട് അറിവുള്ള ഒരാളാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്നത് ഐ ഹാവ് സോൾഡ് ദ അൺനോൺ. ഇനിയും ഞാൻ അറിയാത്ത കാര്യങ്ങൾ അന്വേഷിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അങ്ങനെ ഒരു അത്ഭുതത്തോടെ അമേസ്മെൻറ്റോടെ ഞാൻ പാടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയാണ്. നമ്മുടെ നാച്ചുറലായിട്ട് ഹ്യൂമൻസിനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇതിൽ. നമ്മുടെ വേൾഡ് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ വേൾഡ് അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഒരിക്കലും ഒബ്സർവ് ചെയ്യാറില്ല അല്ലേ. പക്ഷേ നമ്മുടെ സ്പീക്കർ അങ്ങനെയല്ല. രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുമ്പോൾ നമ്മുടെ വേൾഡിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ തുടക്കത്തിൽ. നമ്മുടെ ആകാശത്ത് സ്റ്റാർസ് ഉണ്ട്, അതുപോലെ സൺ ഉണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അദ്ദേഹം ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു സന്തോഷം ലഭിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അദ്ദേഹം പറഞ്ഞത്? ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഫോറസ്റ്റിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകൾ ഗ്രാസിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ, ബ്ലേഡ്സ് ഓഫ് ഗ്രാസിൽ. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഫീൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് മാഡൻ ചെയ്യുന്നുണ്ട്. മാഡൻ മീൻസ് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്.
അതുപോലെ നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അലിട്രേഷനും റെഫ്രെയിനുമാണ് അല്ലേ. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്, അതിനെ നമ്മൾ റെഫ്രെയിൻ എന്നാണ് പറയുന്നത്. പിന്നെ അലിട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞ പോലെ സണ്ണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഒരേ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, എസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക, അലിട്രേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ പോയം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ അപ്രിസിയേഷനൊക്കെ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഈ കണ്ടൻറ്റ് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാം നല്ല രീതിയിൽ എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം.